വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സിന്റെ OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിൽ വലഞ്ഞ് രോഗികൾ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് KGMCTA തീരുമാനം. നിയമനങ്ങൾ ഊർജിതമാക്കാൻ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശികകൾ കൃത്യമായി ഉറപ്പാക്കുക, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KGMCTA സമരത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ OP ബഹിഷ്കരിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് KGMCTA ഡോക്ടർമാർ കടന്നിരിക്കുന്നത്. ജൂനിയർ ഡോക്ടർമാരെ അടക്കം സേവനം ഉറപ്പാക്കുമെന്ന് KGMCTA അറിയിച്ചിട്ടുണ്ടെങ്കിലും രാവിലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നീണ്ട ക്യൂ ആണ്. ഈ ഡോക്ടർ വെട്ടേറ്റ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ശക്തമായ നിലപാടിലേക്ക് KGMO കടന്നിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ KGMCTA ഒരു ശക്തമായ നിലപാടിലേക്ക് കടക്കുന്നത്. പ്രധാനമായിട്ടും അടിയന്തര ആവശ്യങ്ങളായിട്ടുള്ള കാഷ്വാലിറ്റി, ICU, ശസ്ത്രക്രിയ തുടങ്ങിയ വിഭാഗങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് നിലവിൽ ഡോക്ടർമാർ കടന്നിരിക്കുന്നത്. അറിയുന്നത് ഞങ്ങൾക്ക് അറിയില്ല, എവിടുന്നോ വരികയാണ്. ഞങ്ങളൊക്കെ കാലത്ത് പോകുന്ന ഇവിടെ വന്ന പിന്നെ അറിഞ്ഞേ, വാട്സപ്പിലൊന്നും കണ്ടില്ല. എന്താവും അറിയില്ല, ഡോക്ടർ ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഒന്നും അറിയില്ല. അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടേ ഡോക്ടർ ഇല്ലാത്ത പ്രയാസം കണ്ടിട്ട് സർജറി കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറയുന്ന അറിയില്ല. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ്, രാവിലെ പോകുന്നതാണ്. നേരത്തെ ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ സമരം? അറിഞ്ഞിട്ടില്ലായിരുന്നു. സമരാന്ന് ഇപ്പൊ അറിയുന്നത്. കുറേ സമയം കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി ഡോക്ടർ ഉണ്ടാവുക അറിയില്ല, നോക്കട്ടെ പോയോ. ആളുകളുടെ പ്രതികരണമാണ് കാണുന്നത്. ഇവിടെ വന്നിട്ടാണ് ഈ സമരമാണെന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിലൂടെ ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഡോക്ടർമാർ കടക്കുന്നുവെന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. പരാതികളായിട്ട് ഡോക്ടർമാർ നൽകിയിട്ടും ആരോഗ്യമന്ത്രിയുടെയോ വകുപ്പിന്റെയോ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടായില്ലെന്നും KGMCTA വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് KGMCTയുടെ കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനം ഉണ്ടായത്. ആ സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഏറ്റവും നിർണായകമായി എടുത്ത തീരുമാനമായിരുന്നു സമരത്തിലേക്ക് കടക്കുമെന്നത്. എന്തായാലും അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും KGMCTA പറയുന്നുണ്ട്. കോഴിക്കോട് നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.